ഹായ് ഗൈസ്, നമ്മൾ എന്ത് വന്നാ വെച്ച് നമ്മള് ഷട്ടിൽ കളിക്കാൻ വന്നോ? എന്നിട്ട് ഷട്ടിൽ കളിക്കുകയാണോ? അല്ല, രണ്ടുപേരോട് ഷട്ടിൽ വെച്ചത് അവിടെ ഫോണിൽ നോക്കിയിരിക്കായിരുന്നു ഗൈസ്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വന്നു ആ ഫോൺ. ഇതാ ഗൈസ്, പുണ്യാവന്തിക്ക് ഇവിടെ ഷട്ടിൽ കളിക്കാണ്. പക്ഷെ കളിക്കാന്ന് പറഞ്ഞിട്ട് കോക്ക് പെറുക്കല് മാത്രമേ ഉള്ളൂ. ഭയങ്കര പ്രോ പ്ലേയിങ് ആണ് ഗൈസ്. ദാ ഈ വരുന്നത് ഞങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ അവിടെയുള്ള കെയർ ടേക്കർ അങ്കിളിൻ്റെ ആൻറ്റീൻ്റെ വീട്. ഒരിപ്പോൾ അവിടെ എല്ലാം തോന്നുന്നു. ഇവിടെ നിറയെ കടലാസ് പൂ അങ്ങനത്തെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് കളിക്കുന്നത്. അവരിവിടുന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങള് പാർക്കിലേക്ക് പോവാണ്. ഇതാണ് ഞങ്ങളെ പാർക്കിലേക്കുള്ള വഴി. അബി എവിടെ പോവാ? പാർക്കില് കളിക്കാൻ പോവാ. ഓക്കെ പോവാം. ബെച്ചി എവിടെ പോവാ? ബെച്ചി ഫോണിൽ നോക്കി. ഓഹോ ഓക്കെ. ദാ ഗൈസ്, ഞങ്ങള് പാർക്കിലെത്തി. ഇവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. ഇരുന്ന് നമുക്ക് കഥയൊക്കെ പറയാം. ഇതാ അവിടെ അനിതാ കളിക്കാൻ പോവാ. ഭയങ്കര സൗണ്ടാണ്. ഒരു സാധനം കാണിച്ചു തരാം. ബാ. നമ്മളെ നാട്ടിലത്തെ പോലെ ഒരു പ്ലാവുണ്ട്. നിറയെ കണ്ട ചക്ക. നമുക്കൊരു ചക്ക മോഷ്ടിച്ചാലോ? വേണോ? നിറയെ ചക്ക ഉണ്ട് ഈ പ്ലാവുമില്. അപ്പൊ ഗൈസ്, സ്നേഹം നമ്മൾ കേറാൻ പോവാണ്. എന്താവും കണ്ടറിയാം. ഇതാ ഗൈസ്, രണ്ടുപേരും ഇവിടുന്ന് സീസ കളിക്കാണ്. ഒരാളാണ് താത്ത് സ്നേഹ. ഗൈസ്, നമ്മളിവിടെ ഉള്ളൊരു മറ്റേ പാമ്പിന്റെ ഒരു നാഗത്തിന് നന്ദിനി സീരിയലൊക്കെ ഉള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ പോകും. CBI. ഇത് നമ്മളെ നന്ദിനി സീരിയൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് ഗൈസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞോ ഗൈസ്? ഞാൻ അവിടെ ഒരു കല്യാണ മണ്ഡപം കണ്ടു വെച്ചിരുന്നു. നമുക്ക് കല്യാണം കഴിക്കാൻ പോകാം. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ ഇന്ന് ഇവിടുത്തെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു മണ്ഡപം എന്താണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ചു. അതൊക്കെ മതി. ഞങ്ങളിതാ മെസ് ഹോസ്റ്റലിലേക്ക് പോവാണ്. അവിടെ ഹോളി പരിപാടി ഉണ്ട്. സോ ഞങ്ങളത് കാണാൻ പോവാണ്. ഞങ്ങൾ ബംഗാളി സ്റ്റുഡൻസ് വിളിച്ചിരുന്നു ഹോളി പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ മെസ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളെ മെസ് ഹോസ്റ്റൽ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ये हमारा जूनियर है प्रियंका रॉय. हे कनिका. ഇവരിവിടെ പൂജ ചെയ്തതാണ് ഗൈസ്. ഇവർക്ക് പൂജ ഉണ്ടായിരുന്നു. ഈ തലേന്ന് എന്തോ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് എന്നിട്ടാണ് പിന്നെ ഇവര് ഹോളി ആഘോഷിക്കുന്നത്. ഇതാ ഹെ അരെ ബബിത. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ അവിടെ മെസ് ഹോസ്റ്റലിൽ ഹോളി സെലിബ്രേറ്റ് ചെയ്യാനിരിക്കുകയാണ്. ആകെ കുറച്ച് പേരേ ഉള്ളൂ. ഇവർ കളിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ഷണിച്ചത്. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവിടെ ഭയങ്കര ഉറക്കും.
ഞാൻ എന്റെ മേത്താക്കി തരാം. ഹാപ്പി ഹോളി. Jangan ada titi doa orang betul ke dagang. Ibu malah jelas. Baca aku ചെറുതായിട്ട് നോക്കില്ല വേണ്ട. അതില്ല. മൂവയാണ്. അതുകൊണ്ടല്ല ആരും ഇല്ല പാവം. നമ്മൾ മാത്രം ഉറങ്ങുമായിരുന്നു. സോജാവും ഉറങ്ങിക്കോന്നോ. मैं थोड़ा थोड़ा हिंदी माफ कीजिए. കുറച്ചേ ആക്കി ആ ചേച്ചി ആസ്മ പേഷ്യന്റ്. ഓക്കെ ഓക്കെ. ഓ ഇങ്ങനെ ബാൽമേ नहीं बाल में नहीं ഞാൻ തന്നെ നോ ഗൈസ് ഇവർ തല്ലായി ഗൈസ് ഇവിടെ. नहीं हाँ हाँ हाय गाइस. करो करो अरे बाल. वाव. ഞങ്ങളിവിടെ വെള്ളം കൊണ്ടുവരുന്ന അങ്കിളാണ് ഗൈസ്. വൈകുന്നേരത്തെ ട്രിപ്പ് വെള്ളം കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതെവിടെയും കാണാൻ കൂടിയില്ല. ഇതെവിടെയും കാണുന്നില്ല. പാൽ ഗൈസ് ഇത് ഞങ്ങളെ മെസ്സിൽ ഫുഡ് തരുന്ന തുളസി ആന്റി. പിന്നെ ഈ ആന്റിന്റെ പേരെന്താ? ഞങ്ങൾക്കുള്ള രാത്രിക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ഗൈസ്. ഒരു ഇച്ചിരി കളറൊക്കെ ആവാം ഫേസില്. ബൈ ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. ഗൈസ് ഞങ്ങൾ ഹോളി കഴിഞ്ഞ് തിരിക്കുകയാണ്. അപ്പം നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക്. ഇത് ഞങ്ങളെ മെസ് കടയാണ് ഗൈസ്, മെസ് ഹോസ്റ്റൽ. ഞങ്ങള് നേരെ തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകണം. ഞങ്ങൾക്ക് സമയമായി 6 മണിയാകുമ്പോൾ ഞങ്ങൾ കയറിടണം. ഇല്ലെങ്കിൽ ഞങ്ങളെ സിസ്റ്റർ